പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായി ഞങ്ങളെ അവിടുത്തെ സ്നേഹത്തിലും ഐക്യത്തിലും നിറച്ചു അനുഗ്രഹിച്ചുകൊണ്ട് സഭയിലേക്ക് വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരിൽ അങ്ങ് വസിക്കുമെന്ന് അങ്ങ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് വലിയ സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങളെ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഞങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന സാത്താൻ്റെ ആധിപത്യങ്ങളെയും ശക്തികളെയും തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് നിന്ന് അതിനെതിരെ പോരാടി അങ്ങയുടെ മക്കൾ വിജയം കൈവരിക്കുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത അമ്മേ, സ്വർഗത്തിൻ്റെ സൈന്യാധിപേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കട്ടെ. നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. വിശുദ്ധ മിഖായിൽ മാലാഖെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേക സാന്നിധ്യം നൽകി അനുഗ്രഹിച്ച് സംരക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒക്ടോബർ മാസത്തിൻ്റെ ചൈതന്യത്തിൽ ജപമാല പ്രാർത്ഥനയുടെ ശക്തമായ സംരക്ഷണത്തിൽ കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മൾ നമ്മുടെ സഭയെ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ സാന്നിധ്യത്തിൻ്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കുവാനും സഭയുടെ കരുത്തും ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തിയുമൊക്കെ അനുഭവിച്ച് ജീവിക്കാനുമൊക്കെ നമുക്കിടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടത്തോടു കൂടിയായിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സഭയിൽ ജീവിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയണം. സാത്താന് നമുക്കെതിരെ വലിയ ശത്രുതയുണ്ട്. 1 പത്രോസ് 5:8 പത്രോസിലേക്ക് നമ്മെ ഓർമ്മപ്പെടുത്തി പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. സഭയോട്, സഭാമക്കളോട് പിശാചിന് വലിയ ശത്രുതയുണ്ടെന്നുള്ള സത്യം നമ്മൾ അറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, അതിനനുസരിച്ച് നമ്മൾ അവനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടണം, ചേർത്ത് നിൽക്കണം. വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം വായിക്കുന്നുണ്ട്. ആ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. മാതാവിനോട് സർപ്പത്തിന് ഭയങ്കര ദേഷ്യമാണ്. അതോടൊപ്പം തന്നെ പറയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ദൈവകൽപ്പനകൾ പാലിക്കുന്നവരുമായ അവളുടെ മക്കളെ ആക്രമിക്കാൻ വേണ്ടി അവൻ ഇതാ പുറപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ദൈവകൽപ്പനകൾ പാലിക്കുന്നവർ, അവരാണ് ദൈവത്തിൻ്റെ മക്കളും സഭാമക്കളും. അങ്ങനെ ഉള്ളവരെ, ശേഷിക്കുന്നവരെ ആക്രമിക്കാൻ വേണ്ടി സർപ്പം ഇതാ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി 3:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീയോട് ശത്രുത, അവളുടെ സന്താനങ്ങളായ സഭാമക്കളോടും പിശാചിന് ശത്രുത ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, സഭയിൽ പല പല പ്രശ്നങ്ങൾ വരും, പല പല പ്രതിസന്ധികൾ വരും, സാത്താൻ്റെ പ്രവൃത്തികൾ വരും. കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ ശക്തമായ പ്രവൃത്തികൾ സഭയ്ക്കെതിരെ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായി നമ്മൾ അത് അറിഞ്ഞ് അതിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടണം. ഒരു കാര്യം നമ്മൾ അറിയണം, എൻ്റെ പൗരോഹിത്യം നന്നായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. നിൻ്റെ കുടുംബജീവിതം, സന്യാസ ജീവിതം, ജോലി, ദാമ്പത്യം, ബിസിനസ്, ശുശ്രൂഷ ഒന്നും നന്നായിട്ട് സഭയിൽ മുന്നോട്ട് പോകാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന ശത്രുവാകുന്ന പിശാച് നമുക്കെതിരെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അറിയണത്. അവൻ പലതും ഉണ്ടാക്കും. ഭിന്നതയുണ്ടാക്കാൻ നോക്കും, വഴക്കുണ്ടാക്കാൻ നോക്കും, കലഹമുണ്ടാക്കാൻ നോക്കും, അധികാരഭ്രമം ചിലർക്ക് നൽകും, വാശി, മറ്റും പല രീതികളിൽ ലോകത്തിൻ്റെതായ പല പ്രവൃത്തികളും അവൻ ചെയ്യും. അവിടെയൊക്കെ നമ്മൾ അറിയണം, ഇത് ശത്രുവാകുന്ന പിശാചിൻ്റെ ശക്തമായ പ്രവൃത്തിയാണ്.
അവനെ എതിരിടാനും നേരിടാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും വേണം. ഈ യുദ്ധത്തിൽ ഞാൻ പറയും, ഇതൊരു യുദ്ധമാണ്. ഈശോയെ നമുക്കറിയാം, ഈശോയെ ജനിച്ചപ്പോൾ മുതൽ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ അതിശക്തമായിട്ട് പ്രവർത്തിച്ചു. ഹെറോദസിലൂടെ, പിന്നീട് പല സംഭവങ്ങളിൽ ഈശോയെ നശിപ്പിക്കാനും, ഈശോയുടെ കുരിശ് മരണത്തെ തിരസ്കരിക്കാനും, ഈശോ കുരിശിൽ മരിക്കാതിരിക്കാനും ഒക്കെ സാത്താൻ ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. ഈശോയെ പ്രലോഭിപ്പിച്ചു പല മേഖലകളിൽ, പല അവസ്ഥകളിൽ. അതുകൊണ്ട് സാത്താന് ഈശോയോടും മാതാവിനോടും ദൈവമക്കൾ ആയിത്തീർന്ന ദൈവമക്കളോടും വലിയ ശത്രുത ഉണ്ട്. അവൻ എല്ലാവിധത്തിലും എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് സഭയെയും ദൈവമക്കളെയും പൗരോഹിത്യത്തെയും സന്യാസ ജീവിതത്തെയും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളത് വലിയ ഒരു സത്യമാണ്. ഇത് നമ്മളറിയണം. പൗലോസ്ലീഹ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഗലാത്യർ എഴുതിയ ലേഖനത്തിൽ കൃത്യം പറയുന്നുണ്ട്, നമ്മുടെ യുദ്ധം മാംസത്തിനും രക്തത്തിനും എതിരല്ല, പിന്നെയോ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര യുഗത്തിലെ ദുരാത്മാക്കൾക്കും എതിരാണ് നമ്മുടെ യുദ്ധം. നമ്മളൊരു യുദ്ധത്തിലാണ് നമ്മളെല്ലാവരും. നമ്മൾ മരിച്ച് ശവസംസ്കാരത്തിൻ്റെ കർമ്മങ്ങൾ വീട്ടിൽ അവസാനം പൂർത്തിയാക്കണേക്കാന് മുമ്പ് നമ്മൾ കപ്പ്യാർ നമുക്ക് വേണ്ടി പറയില്ലേ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം സംരക്ഷിച്ചു എന്നൊക്കെ. അത് പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു യുദ്ധമാണ്. കത്തോലിക്ക സഭയിൽ, വിശ്വാസ ജീവിതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാവരും യുദ്ധത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് ആരെ കൊണ്ടുവന്നെ? മാംസം പ്ലസ് രക്തം സമം മനുഷ്യനല്ല, പിശാച. അതുകൊണ്ട് അവിടെ നമ്മൾ വളരെയേറെ സമചിത്തതയിൽ, വളരെയേറെ എന്താ പറയുക, ഗൗരവത്തോടെ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ശക്തമായ ഒരു യുദ്ധം നമുക്ക് നടത്താൻ സാധിക്കണം. ആ യുദ്ധത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്നവളാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും സാന്നിധ്യമുള്ള ഈ പരിശുദ്ധ ജപമാല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ജപമാലയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പാഷണ്ഡതകൾ, ശീഷ്മകൾ, ശത്രുക്കൾ, ഇവരുടെ ആക്രമണങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി മാതാവിനെ വിളിച്ച് ഇറക്കിയ ശക്തമായ പ്രാർത്ഥനയാണല്ലോ ജപമാല പ്രാർത്ഥന. നമുക്കറിയാം, ഈ ഒക്ടോബർ മാസത്തിൽ അതൊക്കെ വീണ്ടും ഓർത്ത് അനുസ്മരിച്ച് ഈ കാലഘട്ടത്തിൽ ഈ അമ്മയോട് ചേർന്ന് നിന്ന് ഈ പിശാചിനെതിരെ എവിടെ നോക്കിയാലും സഭയിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾക്ക് എല്ലാവരും പറയാറുണ്ട്, ഒക്കെ പ്രശ്നങ്ങളാണ് സഭയിൽ. ആ പ്രശ്നം, ഈ പ്രശ്നം, ആ വഴക്ക്, ആ സമരം, ഇത് അങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, ഇതിനെതിരെ നമ്മൾ എന്തുമാത്രം യുദ്ധം ചെയ്തിട്ടുണ്ട്, നമ്മൾ എന്തുമാത്രം ഇതിനെ തോൽപ്പിക്കാൻ വേണ്ടി പോരാടിയിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഡൊമിനിക്കിലൂടെയാണ് ജപമാല ഈ രൂപത്തിൽ സഭയിലേക്ക് വന്നത്. അൽബജൻസിയൻ പാഷണ്ഡത അതുപോലെ ശക്തമായിട്ട് സഭയെ നശിപ്പിക്കുന്ന സമയത്ത് ഫ്രാൻസിൽ ടുളൂസിന് അടുത്ത് വനാന്തരത്തിൽ ഈ ഡൊമിനിക്ക് അതിസ്വാഭാവികമായ കൃപകൾക്ക് വേണ്ടി പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ സഭയെ നശിപ്പിക്കാൻ, കുടുംബങ്ങളെ തകർക്കാൻ, വിശ്വാസത്തെ നശിപ്പിക്കാൻ, ലോകാരൂപിക്ക് അടിമപ്പെട്ട് സഭ നശിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഡൊമിനിക്ക് എന്താ ചെയ്തേ? വിശുദ്ധനായ വൈദികൻ, ഒരു കൊച്ച് സന്യാസി, അദ്ദേഹം എന്താ ചെയ്തേ? വനാന്തരത്തിൽ പോയിരുന്ന് ദൈവസന്നിധിയിൽ കണ്ണീരോടെ ത്യാഗം ചെയ്ത് സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ച് അദ്ദേഹം ഇതാ പ്രാർത്ഥിക്കണം. സ്വർഗത്തിൻ്റെ ഇടപെടൽ വേണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്വർഗത്തിൻ്റെ പൗരത്വമുള്ള മക്കളാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി സ്വർഗം ഇടപെടും, സ്വർഗീയരിടപെടും. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അല്ലാതെ മാനുഷികമായ ശക്തി കൊണ്ടോ, ഈ ലോകത്തിൻ്റെ അധികാരം കൊണ്ടോ, പോലീസിൻ്റെ ശക്തി കൊണ്ടോ, രാഷ്ട്രീയ അധികാരം കൊണ്ടോ ഒന്നുമല്ല സഭയിൽ ദൈവത്തിൻ്റെ മക്കൾ ഒരു പ്രശ്നത്തെ നേരിടേണ്ടത്. അതുകൊണ്ട് ഡൊമിനിക്ക് എന്ത് ചെയ്തേ? അവൻ വനാന്തരങ്ങളിലേക്ക് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണല്ലോ മാതാവ് 3 മാലാഖമാരാൽ പരിസേവിതയായിട്ട് ഇറങ്ങി വരികയാണ്. സ്വർഗം ഇടപെടും മക്കളെ നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പറയും, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കള് ഈ കാലഘട്ടത്തിൽ വേണമെന്ന് മാത്രം. ഡൊമിനിക്കിനെ പോലെ, ജോൺ മരിയ വിയാനിയെ പോലെ,
വിൻസെന്റ് ഫെററിനെ പോലെ, സെന്റ് പാട്രിക്കിനെ പോലെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ സ്വർഗത്തെ വിളിച്ച് ഇടപ്പെടുത്തിച്ച് ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സ്വന്തമാക്കി എടുക്കാനുള്ള അഭിഷേകം വേണം. ഈ ഒരു അഭിഷേകത്തിൽ ഈ ഡൊമിനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, ഡൊമിനിക്ക്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിനെതിരെ ഉപയോഗിക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്ന ആയുധം നിനക്കറിയോ? ഡൊമിനിക്ക് പറഞ്ഞു, അമ്മയല്ലേ സഹരക്ഷകയായിട്ട് മാറി കർത്താവിൻ്റെ ബലി പങ്കുചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി രക്ഷ നേടിത്തന്നത്. അതുകൊണ്ട് അമ്മയ്ക്കറിയാം, എനിക്കൊന്നും അറിയില്ല അമ്മേ. അപ്പോൾ മാതാവ് ഡൊമിനിക്കിനോട് പറഞ്ഞു കൊടുത്ത വലിയ പ്രാർത്ഥനയാണ് റെസൈറ്റ് ദി എൻജലിക് സാൾട്ടർ. മാലാഖയുടെ പ്രകീർത്തനം ആവർത്തിച്ച് ആവർത്തിച്ച് റെസൈറ്റ് ചെയ്യുക, ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. മാലാഖയുടെ ആ പ്രകീർത്തനം ആവർത്തിച്ച്, ഇന്ന് പല മക്കൾക്കും ആവർത്തിച്ച് പറയാനൊരു ബുദ്ധിമുട്ടൊക്കെ പറയാറുണ്ട്. അത് സ്വർഗം പറഞ്ഞതാ, മാതാവ് പറഞ്ഞതാ, ആവർത്തിച്ച് പറ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് യു. കർത്താവ് നിന്നോട് കൂടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നമ്മുടെ ഇടപെടൽ, ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇതാ പ്രിയപ്പെട്ട മക്കളെ മാതാവ് ആവശ്യപ്പെടുകയാണ്. അതിനുശേഷവും മാതാവ് അതിശക്തമായിട്ട് ഈ ഡൊമിനിക്ക് അനുസരിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ എങ്ങനെ ജനത്തെ കൂട്ടും? പള്ളിയിൽ ആരും വരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതാ ഡൊമിനിക്ക് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ദേവാലയ മണികൾ താനെ അടിക്കുകയാണ്. ദേവാലയ മണികൾ അടിക്കുന്നു. ആ സമയത്ത് ഇത് അനേകം ജനം ഓടിക്കൂടുന്നു. ജനം വരുമ്പോൾ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ കരമുയർത്തി ആ ജനത്തെ ആശീർവദിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ തൻ്റെ സാന്നിധ്യം അറിയിക്കണം. എന്നെ പ്രിയപ്പെട്ടവരെ, ഇന്നും എന്നും പരിശുദ്ധ അമ്മയെ വിളിച്ച് ഒരു അവസ്ഥയിൽ ഇടപെടാൻ പറഞ്ഞാൽ അമ്മ നേരിട്ട് വന്ന് ഇടപെടും. അമ്മ പറഞ്ഞു തരും. സ്വർഗത്തിന് സൈന്യാധിപ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവള്, നമുക്ക് വേണ്ടി സാത്താൻ്റെ തല തകർത്തവള്, ഈ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അങ്ങനെ ഈ ജപമാല പ്രാർത്ഥന എല്ലായിടത്തും ഏറ്റെടുത്തു. എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിശക്തമായ ദൈവകൃപയുടെ നിറവ്. ഒരു കാര്യം അറിയണം പ്രിയപ്പെട്ട മക്കളെ, ഫുൾ ടൈം ജക്ഷയും പറയുന്നുണ്ട്, മാലാഖ ഇറങ്ങി വന്ന് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞപ്പോ സാത്താൻ ഞടുങ്ങി വിറച്ചു. നരകത്തിൻ്റെ കവാടങ്ങൾ ഇളകിയെന്ന് പറയാം. കാരണം ദൈവകൃപ നിറഞ്ഞവളിൽ പിശാചിന് ഒരു അധികാരമില്ല. മാതാവോ ഉത്ഭവത്തിൽ തന്നെ ജന്മപാപമില്ലാതെ ജനിച്ചവൾ. പാപം എവിടെയുണ്ടോ അവിടെ പിശാചിന് അവകാശമുണ്ട്. ഇപ്പൊ സഭയിൽ വെറുപ്പും ഭിന്നതയും വഴക്കൊക്കെയാണോ പിശാചിന് അവകാശം കിട്ടുക? അത് നമ്മൾ അറിയണത്. അതുകൊണ്ട് ഇവിടെ മാതാവിൻ്റെ മേൽ ജന്മത്തിൽ പോലും, നമ്മളൊക്കെ ജന്മപാപത്തോടെ ജനിച്ചവരാ, എന്നാൽ മാതാവ് ജനനത്തിൽ തന്നെ പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ നമ്മൾ ജനിച്ചപ്പോൾ പിശാചിന് അവകാശം കിട്ടിയെങ്കിൽ ജന്മപാപത്തിൻ്റെ സാന്നിധ്യം മാതാവിൽ ഒരിക്കൽ പോലും ജനനം മുതൽ മരണം വരെ ഒരിക്കൽ പോലും പിശാചിന് ഒരു അവകാശവും കിട്ടാത്തവളാണ്. അതുകൊണ്ട് തന്നെ ഈ മാതാവിന് പിശാചിന് പേടിയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിടുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അവിടെ വന്ന് നിറയുക. ഈ ജപമാല ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മളിങ്ങനെ എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല, എണ്ണം കൂട്ടിക്ക് കുഴപ്പമില്ല. പക്ഷേ ദൈവ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറയുമ്പോൾ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകണം. വ്യക്തിബന്ധം. ഈ പ്രാർത്ഥന ആത്മീയത എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി ഈസ് എ റിലേഷൻഷിപ്പ്. ഇപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവനാണോ നീ, നിനക്ക് അമ്മ ബന്ധം ഉണ്ടാവണം, അമ്മ സാന്നിധ്യം ഉണ്ടാവണം. ഇപ്പം എൻ്റെ കൂടെ അമ്മയുണ്ട്, മാതാവുണ്ട്. നിന്റെ കുടുംബത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ നിറസാന്നിധ്യം നിന്റെ കുടുംബത്തിൽ അനുഭവിക്കത്തക്ക വിധത്തിലുള്ള ഒരു ബന്ധത്തിൽ നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. അല്ലാണ്ട് കുറേ ജപമാല ചൊല്ലി കൂട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ബന്ധത്തിൽ നിന്ന് അമ്മയുടെ സാന്നിധ്യം വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ്റെ ശക്തികൾ, അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ ആധിപത്യങ്ങൾ അതിനാൽ തന്നെ ആ സ്ഥലത്ത് നിന്ന്, ആ വീട്ടിൽ നിന്ന്, സഭയുടെ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ ഈ ഡൊമിനിക്ക്
ഈ ജപമാല പ്രാർത്ഥന അമ്മയുടെ തിരുഹിത പ്രകാരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനാൽ തന്നെ കർത്താവിൻ്റെ ശക്തി അവിടെ നിറഞ്ഞു. ആൽബജൻസിയൻ പാഷണ്ഡതയും അനുബന്ധമായ എല്ലാ പൈശാചിക പ്രവൃത്തികളും അവിടെ അവസാനിച്ച ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ ജപമാല പ്രാർത്ഥന അതിശക്തമായിട്ട് സഭയിലേക്ക് കടന്നു വരിക. നമുക്കറിയാം, വീണ്ടും അതിനുശേഷം സഭയിലെ ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും സഭാധികാരികൾ എടുത്തുപയോഗിച്ച വലിയ ആയുധമാണല്ലോ ജപമാല. നമുക്കറിയാം, ലെപ്പാന്റെ യുദ്ധം, അലി പാഷയുടെ നേതൃത്വത്തിൽ ടർക്കിഷ് സൈന്യം റോമിനെ കീഴടക്കാൻ വേണ്ടി വന്നപ്പോൾ അന്നത്തെ പരിശുദ്ധ പിതാവ് 5-ാം പിയൂസ് മാർപ്പാപ്പ വലിയ വിഷമത്തിലായി. സഹായത്തിന് വിളിച്ച പലരും വന്നില്ല. അങ്ങനെ ഒരു ചെറിയ സൈന്യം ഹോളി ലീഗ് എന്ന പേരിൽ ഉണ്ടാക്കി. വലിയ ആയുധം പരിശീലനങ്ങളില്ല, വലിയ പടയാളികളില്ല. അങ്ങനെ ഒരു സൈന്യത്തെ ഉണ്ടാക്കി. ഈ സൈന്യത്തിനെതിരെ ശക്തമായിട്ട് കടന്നു വരുന്ന സൈന്യത്തിനെതിരെ ഇതാ യുദ്ധം ചെയ്യാൻ വേണ്ടി പോവാ. ലെപ്പാൻഡോ യുദ്ധത്തിൽ നമുക്കറിയാം, ആ സമയത്ത് റോമിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിക്കുക. ആ സമയത്ത് നമ്മൾ തോറ്റാൽ റോമ പിടിച്ചടക്കപ്പെടും, സഭയുടെ ആസ്ഥാനം ഇല്ലാതായി പോവും. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധ പിതാവ് റോമിലെ എല്ലാ ദേവാലയങ്ങളും 24 മണിക്കൂറും തുറന്നിട്ട് ജനം ഒരുമിച്ച് ജപമാല ചൊല്ലി അമ്മയുടെ മധ്യസ്ഥത്തിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാ ജനവും ഒരുമിച്ച് കൂടി ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി മാതാവിനെ വിളിച്ച് ഇറക്കി ഇടപെടുത്തിച്ചു. സൈന്യത്തെ അമ്മ മുന്നിൽ നിന്ന് നയിച്ചു. ശക്തമായ യുദ്ധത്തിൽ ആ ശത്രു സൈന്യത്തെ ലെപ്പാന്റെ യുദ്ധത്തിൽ അലി പാഷയുടെ ശക്തമായ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അമ്പെ പരാജയപ്പെടുത്തി ലെപ്പാന്റെ യുദ്ധം ജയിച്ചത് അമ്മയുടെ ശക്തമായ സാന്നിധ്യത്തിലും മധ്യസ്ഥത്തിലും ഇടപെടലുമാണെന്ന് അറിയാം. അതിൻ്റെ പേരിലാണ് ഒക്ടോബർ മാസത്തിൻ്റെ 7-ാം ദിവസം 7-ാം തീയതി അവർ ലേഡി ഓഫ് വിക്ടറി എന്നുള്ള തിരുനാൾ ആഘോഷിച്ചത്. ആ തിരുനാളാണ് പിന്നീട് ജപമാല തിരുനാളായിട്ട് സഭയിൽ കടന്നു വന്നതെന്ന ചരിത്രം നമുക്കറിയാം. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സഭയിലെ പ്രശ്നത്തിൽ ഏത് പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മയെ അതുപോലെ വിളിച്ച് അപേക്ഷിച്ചാൽ മാതാവ് ഇറങ്ങി വരും, മാതാവ് ഇടപെടും. എത്രയോ അനുഭവങ്ങൾ സഭയുടെ ഒത്തിരി പ്രതിസന്ധികളിൽ, നാശത്തിൽ, തകർച്ചയിൽ, ആത്മീയമായ ശോഷണത്തിൽ പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഇടപെട്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഇടപെട്ട ഒത്തിരി അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ സഭ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. അച്ഛൻ പറയാതെ നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ജപമാല പ്രാർത്ഥന അമ്മയുടെ ശക്തമായ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സഭയുടെ സകലമാന പ്രശ്നങ്ങളും എല്ലാ മേഖലകളിലും ഈ ശക്തമായ ഇടപെടൽ അൽബജൻസിയൻ പാഷണ്ഡതയുടെ കാലഘട്ടത്തിൽ, ലെപ്പാന്റെ യുദ്ധത്തിൽ, സഭയ്ക്കെതിരെ സഭയുടെ നാശത്തിനു വേണ്ടി പ്രവർത്തിച്ച ലോകാരൂപിയുടെ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് സഭയെ മോചിപ്പിച്ച് രക്ഷിച്ച അമ്മയുടെ ശക്തമായ ഇടപെടലും സാന്നിധ്യവും സംരക്ഷണവും ഈ കാലഘട്ടത്തിൽ എന്നത്തെക്കാളും ഏറെ നമുക്ക് വേണം എന്നുള്ള സത്യം അറിയുക. ഞാൻ ഓർക്കുക പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സമയം ദിവ്യകാരുണ്യത്തിന് മുമ്പിലും ജപമാലയിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച വലിയ ഒരു സന്ദേശമുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതാപമുണ്ട്. കേരള സഭയ്ക്ക്, കത്തോലിക്ക സഭയ്ക്ക്, ക്രൈസ്തവ ജീവിതത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം, ശക്തി. അതെന്താണ്? പ്രാർത്ഥനയുടെ, ആത്മീയതയുടെ, അതിസ്വാഭാവികമായ കൃപയുടെ, ശക്തമായ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൻ്റെ ശക്തമായ ഒരു അഭിഷേകമുണ്ട്. അത് സഭയുടെ പ്രതാപമാണ്, കരുത്താണ്. അത് തിരികെ പിടിക്കണം, അത് തിരികെ പിടിക്കണം മക്കളെ. നഷ്ടപ്പെട്ടു പോയ പ്രതാപം. നമുക്കൊരു പേരും പെരുമയുണ്ടായിരുന്നു, അഭിഷേകത്തിൻ്റെ കരുത്തുണ്ടായിരുന്നു. അത് നമുക്ക് തിരികെ പിടിക്കണം. അച്ഛനീ പറയുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണം. സഭയുടെ കരുത്ത്, സഭയുടെ ശക്തി, സഭയിൽ നിറഞ്ഞു നിന്ന ദൈവിക സാന്നിധ്യം, സഭയുടെ പേര് ഇന്ന് എവിടെ നിൽക്കുന്നു? എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? അത് തിരികെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പല മേഖലകളിലും
നമ്മുടെ മക്കൾ പലരും ഇതാ പ്രവാസത്തിലേക്ക് പോകണ പോലെ നാട് വിട്ടു പോകുന്ന അവസ്ഥകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു, സഭയിലെ പ്രശ്നങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ദൈവമക്കളുടെ കരുത്തുണ്ട്, പ്രതാപമുണ്ട്, ശക്തിയുണ്ട്, അഭിമാനമുണ്ട്, അഭിഷേകമുണ്ട്. അത് നമ്മൾ തിരികെ പിടിക്കണം. ഇനി കാലഘട്ടം നമ്മൾ ഈ ഒരു തലത്തിൽ വന്നില്ലെങ്കിൽ കേരള സഭ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ വളരെയേറെയാണെന്നുള്ളത് ഇന്ന് പല സ്ഥലങ്ങളിലും പല മക്കളും ഒരുമിച്ച് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് വേറെ ഒരു വഴിയില്ല. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് ഈ പ്രതിസന്ധികളിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് നമ്മുടെ സഭയെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സഭാ നേതാക്കന്മാരെ, അഭിഷിക്തരെ, സന്യസ്തരെ, നമ്മുടെ സകലമാന പ്രവൃത്തികളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് അമ്മയുടെ ശക്തമായ ഇടപെടലിലൂടെ ദൈവകൃപയിൽ നിറച്ച് വീണ്ടും വീണ്ടും അച്ഛൻ പറയുന്ന കാര്യമാണ്, അതിസ്വാഭാവികമായ കൃപകളുടെ നിറവിൽ നിറച്ചുകൊണ്ട് നമ്മുടെ സഭയെ അഭിഷേകത്തിൽ കത്തിച്ചു നിർത്തുവാൻ നമുക്കിടയാകണം. അതിനുള്ള വലിയ കാര്യങ്ങളാണ് കേരള നവീകരണ വിശുദ്ധീകരണ വർഷത്തിൽ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ, ഈ വർഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളിൽ നമുക്ക് താങ്ങ് പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യമാണ്. വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് ഉണ്ടായ ഒരു സ്വപ്നം നമ്മൾ കേട്ടിട്ടുണ്ട്. സഭാ നൗക മുങ്ങിത്താഴാൻ പോകുന്ന അവസ്ഥ. ഒത്തിരിയേറെ കപ്പലുകൾ കടലിൽ സഭാ നൗകയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പിതാവാണ് ഈ കപ്പലിനെ നയിക്കുന്നത്. ഡോൺ ബോസ്കോ കാണുകയാണ്. ആ സമയത്ത് ഇത് രണ്ട് സ്തൂപങ്ങൾ, രണ്ട് ബിംബങ്ങൾ കടലിൽ പൊങ്ങി വരിക. ഒന്ന് വിശുദ്ധ കുർബാന, രണ്ട് പരിശുദ്ധയമ്മ. പരിശുദ്ധ പിതാവ് ഈ കപ്പലിന് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മുങ്ങി താഴാൻ പോകുന്ന ഈ സഭാ നൗക എന്ന കപ്പലിനെ ഈ രണ്ട് പില്ലറുകളിൽ ബന്ധിച്ചിടുക, കെട്ടിയിടുക, വിശുദ്ധ കുർബാനയിലും പരിശുദ്ധ അമ്മയിലും. ആ ബന്ധിച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശത്രുക്കളൊക്കെ പലായനം ചെയ്തു. സഭാ നൗക അതിശക്തമായിട്ട് മുന്നോട്ട് പോവുക. ഇന്ന് ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥനയിലേക്കും ദിവ്യകാരുണ്യ ബന്ധത്തിലേക്കും പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ ബന്ധത്തിലേക്കും സഭ കടന്നു വരണം. ഇന്ന് നമുക്ക് സംഭവിച്ച വലിയൊരു ദുരന്തമുണ്ട് മക്കളെ. പ്രാർത്ഥന കുറഞ്ഞു, നമ്മുടെ ദിവ്യകാരുണ്യ ബന്ധം കുറഞ്ഞു, പരിശുദ്ധ അമ്മയോടുള്ള ബന്ധം കുറഞ്ഞു. ലോകാരൂപി ഒത്തിരിയേറെ സഭയിലേക്ക് ഇടിച്ചു കയറി. ഇവിടെയാണ് ഈ ഒക്ടോബർ മാസത്തിൻ്റെയും ഈ കേരള സഭയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിൻ്റെയും പ്രസക്തി ഒത്തിരിയേറെയുണ്ട്. ആത്മാർത്ഥമായിട്ട് എല്ലായിടത്തും KCBCയും നമ്മുടെ പല ചാനലുകളുമൊക്കെ, നമ്മുടെ ഒത്തിരി കൂട്ടായ്മകൾ, ഇടവകകളിലൊക്കെ ഈ ഒരു നിയോഗത്തിന് വേണ്ടി അനേക മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. 1,00,000-ലേറെ ജപമാലകൾ ചൊല്ലി നമ്മുടെ ശാലോം TV-യിൽ അനേക മക്കൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അഭിഷേകം, ഇതിൻ്റെ ശക്തമായ അനുഭവങ്ങൾ, ഫലങ്ങൾ ഉണ്ടാകണം. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയും, ഇനിയും നമ്മൾ അമാന്തിച്ചാൽ, ഇനിയും നമ്മൾ വൈകിയാൽ, ഇപ്പോൾ തന്നെ ഏകദേശം അതിക്രമിച്ചു കഴിഞ്ഞു. കണ്ണു തുറന്ന് നോക്ക്, കേരള സഭയിലേക്ക് നോക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്ക്. ഒത്തിരി കുടുംബങ്ങൾ അനാഥമായിക്കൊണ്ടിരിക്കുന്നു. മക്കളുള്ളത് ഒക്കെ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പല പല മേഖലകളിൽ നമ്മൾ അനുഭവിക്കുന്ന ശോഷണങ്ങൾ, വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരിയേറെ യുവമക്കൾ ദേവാലയം വിട്ട് പടിയിറങ്ങി പോകുന്ന അവസ്ഥകൾ, ലഹരിയുടെ അവസ്ഥകൾ. ഈ അവസ്ഥകളിലൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയെ, വിശ്വാസത്തെ, നമ്മുടെ കുടുംബങ്ങളെ, ഇടവകകളെ, നമ്മുടെ പൗരോഹിത്യത്തെ ഒക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശത്രു പിശാചാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെതിരെ ശക്തമായ ആക്രമണം പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ ശക്തിയിലും ആ സംരക്ഷണത്തിലും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അത് സ്വന്തമാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറുന്നില്ലെങ്കിൽ നമ്മുടെ പരാജയം വിദൂരത്തല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, പിശാചിന് നമ്മളെ ഇഷ്ടമല്ല. സഭ നശിച്ചു കാണാൻ, നമ്മുടെ കുടുംബങ്ങളും പൗരോഹിത്യവും നമ്മുടെ സഭാ ജീവിതങ്ങളൊക്കെ നശിച്ചു കാണാൻ പിശാച് അതുപോലെ ആഗ്രഹിച്ച് ശക്തമായിട്ട്, എക്സ്പ്ലിസിറ്റായിട്ട്, പരസ്യമായിട്ട് അവൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവഹേളനങ്ങൾ, അപവാദങ്ങൾ, കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പോലെ പെരുപ്പിച്ച് കാണിക്കുന്നവർ ഒത്തിരി അച്ഛൻ പറയേണ്ട, നമുക്കറിയാം. നമ്മളൊക്കെ ഇന്ന്
സോഷ്യൽ മീഡിയയിലൊക്കെ ശക്തമായിട്ട് അറിയുന്നവരാ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വച്ചിട്ട് ശത്രുവിനെ നമ്മൾ തിരിച്ചറിയുക. പിശാചാകുന്ന ശത്രുവിനെ നമ്മൾ തിരിച്ചറിയുക. അവൻ്റെ ആക്രമണങ്ങൾക്ക് നമ്മൾ അധീനപ്പെടുമ്പോൾ, അത് കടന്നു വരുമ്പോൾ അവനെതിരെ ശക്തമായ പോരാട്ടം അഴിച്ചു വിടുന്ന കരുത്തുള്ള സൈന്യമായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയുടെ സാന്നിധ്യം, ഒരു കാര്യം ഞാൻ പറയാണ്, ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോയ കാര്യമാണ്, ഒരിക്കൽ കൂടി പറയാണ്. അമ്മ ബന്ധം നമ്മൾ ഉറപ്പിക്കണം. അമ്മയുടെ സാന്നിധ്യം നമ്മൾ വിളിച്ചു വരുത്തണം. അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവണം. സഭയിൽ, പൗരോഹിത്യത്തിൽ, കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, ശുശ്രൂഷയിൽ അമ്മയുടെ സാന്നിധ്യം എൻ്റെ ഇടത്തും. അതോടൊപ്പം തന്നെ യോസേപ്പ് പിതാവ്, പിശാചികളുടെ പേടി സ്വപ്നമേ എന്ന്, ടെറർ ഓഫ് ഡീമൻസ് എന്ന് ലുത്തിനിയായിൽ യോസേപ്പ് പിതാവിനെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ, പിശാചിന് പേടിയുള്ള മാതാവ് കഴിഞ്ഞാൽ ശക്തമായ സാന്നിധ്യമാണ്, ശക്തനായ വിശുദ്ധനാണ് യോസേപ്പ് പിതാവ്, തിരുസഭയുടെ പാലകൻ. അമ്മയോടൊപ്പം യോസേപ്പ് പിതാവിനോട് ചേർന്ന് നമ്മൾ യോസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിനും പ്രതിഷ്ഠിച്ച് ആ സാന്നിധ്യത്തിൽ നമ്മുടെ സഭയെ നമ്മൾ ബലപ്പെടുത്തണം. മക്കളെ, അത്രമാത്രം ശക്തമായിട്ട് നമ്മുടെ സഭയെയും നമ്മുടെ ജീവിതത്തെയും നശിപ്പിക്കാൻ സാത്താൻ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരുമിച്ച് നിൽക്കാം. നമ്മുടെ ഇടയിൽ ഭിന്നത വന്നാൽ പിശാചിന് ഇടം കിട്ടും. 2 കൊരിന്തോസ് 2:11 പൗലോസ്ലീഹ ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ട് സഭയോട്, കൊരിന്തോസിലെ സഭയുടെ കാര്യം പറയാ, നിങ്ങൾ അവനോട് ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമിക്കുന്നു, ഞാനും ക്ഷമിക്കാണ്. എന്നിട്ട് പൗലോസ് പറയാ, ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. സഭയിൽ വെറുപ്പ് വന്നാൽ, ശത്രുത വന്നാൽ സാത്താൻ കയറി കബളിപ്പിക്കും. ഇതറിയണം. സാത്താൻ ഇടം കൊടുക്കരുത്. ക്ഷമിക്കുക, സഹിക്കുക. അതിനുശേഷം അമ്മയുടെ മധ്യസ്ഥത്തിൽ സ്വർഗത്തിൻ്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ഞാൻ പറയും, കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. ഡൊമിനിക്കനെ പോലെ, അനേക വിശുദ്ധരെ പോലെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ച് ഇടപെടുത്തിക്കണം സ്വർഗത്തെ, അമ്മയെ, ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിന്. അതിന് സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ, തീരാത്ത പ്രശ്നങ്ങൾ നമ്മുടെ സഭയിലില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ ഒരു നോട്ടം മതി, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും. അതുകൊണ്ട് പ്രാർത്ഥനയിലേക്കും അമ്മയുള്ള ബന്ധത്തിലേക്കും ജപമാലയിലേക്കും ശക്തമായി കടന്നു വരുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്കിടയാകട്ടെ. ആ ഒരു വലിയ അഭിഷേകം, ആ ഒരു തിരിച്ചറിവ് സഭയിലുടനീളം നിറയാനും ദൈവമക്കൾ ഈ ഒരു ശക്തമായ അഭിഷേകത്തിൽ നിറയപ്പെടാനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മെ ശക്തമായി അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ സാന്നിധ്യം നമ്മെ ബലപ്പെടുത്തട്ടെ. ആമേൻ. സ്നേഹനാഥ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവ യേശുനാഥ, പ്രാണനാഥൻ, നീ എൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമെൻ ജീവനും സ്നേഹവുമേ. വാവ യേശുനാഥ, ഈശോയെ വരണമേ. വാവ യേശു
സ്നേഹത്തോടെ എല്ലാ മക്കളും ചേർന്ന് വാവാ യേശുനാഥ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. വാവാ സ്നേഹനാഥ, ഹൃദയ പരമാർത്ഥതയോടെ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. എന്റെ സ്നേഹമേ ഈശോ, വാവാ യേശുനാഥ, ആരാധന എല്ലാ മക്കളും ആരാധന സ്വർഗത്തോട് ചേർന്ന് യേശുവേ, എല്ലാ ആരാധന മാലാഖമാരോടും വിശുദ്ധരോടും ഒപ്പം ആരാധന ദൈവമക്കളെ ആരാധന ഈശോയെ ആരാധിക്കുക. യേശുവേ, ആരാധന ഓ ദിവ്യകാരുണ്യമേ, ആരാധന സ്നേഹമേ, ആരാധന ഓ കരുണയെ, യേശുവേ, ആരാധന ആരാധന ഈശോ. സ്നേഹമേ, ആരാധന സ്നേഹമേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, വലിയ സ്നേഹത്തോടെ അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയോട് ചേർന്നിരിക്കുവാൻ, അങ്ങയെ മുഖാഭിമുഖം കണ്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ദിവ്യകാരുണ്യമായി അങ്ങ് ഞങ്ങളുടെ മധ്യയെ എഴുന്നള്ളി വന്നിരിക്കുന്നതിനെയോർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ആരാധിച്ച് ഞങ്ങളെ തന്നെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും സഭ മുഴുവനെയും, എല്ലാ സഭാധികാരികളെയും, എല്ലാ പുരോഹിതരെയും സന്യസ്തരെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ യുവമക്കളെയും കുഞ്ഞുമക്കളെയും കർത്താവേ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങ് വിളിച്ചു വേർതിരിച്ച സഭ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായ ഞങ്ങൾ, സഭയുടെ വലിയ കൂട്ടായ്മ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭാ സമൂഹം, സ്വർഗത്തിൻ്റെ പൗരത്വത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന സഭ, കർത്താവേ വലിയ സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സഭയിൽ അംഗങ്ങളായി തീരുവാൻ അങ്ങ് ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചു. അങ്ങ് ഞങ്ങളെ ലോകത്തിൽ നിന്ന് വേർതിരിച്ചു. അങ്ങയുടെ വലിയ കരുണയാൽ, ബലിയുടെ യോഗ്യതയാൽ പാപങ്ങൾ ക്ഷമിച്ച് കുദാശകളിലൂടെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ പൗരത്വത്തിൻ്റെ അഭിഷേകത്തിൽ ഞങ്ങളെ നിറച്ചു. കർത്താവിനെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഇന്ന് തിരുവചനങ്ങളിലൂടെ വലിയ സന്ദേശം അങ്ങ് ഞങ്ങൾക്ക് നൽകിയില്ലേ? സഭയെ നശിപ്പിക്കുവാൻ, പൗരോഹിത്യത്തെ നശിപ്പിക്കുവാൻ, അങ്ങയെ തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി പിശാചിൻ്റെ ശക്തമായ ശ്രമം ഏറെയാണ് എന്ന്. അങ്ങ് ജനിച്ച നിമിഷം മുതൽ അങ്ങേ ഇല്ലാതാക്കാൻ സാത്താൻ ഒത്തിരി ശ്രമിച്ചു, ഹെറോദേസിലൂടെ, പിന്നീട് അങ്ങോട്ട് പല പല അവസ്ഥകളിൽ, പ്രലോഭനങ്ങളിൽ. കർത്താവേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു ദൈവമക്കൾക്കെതിരെ ശക്തമായ പിശാചിന്റെ പ്രവർത്തികൾ ഉണ്ട് എന്ന്. പത്രോസ്ലീഹായിലൂടെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഓ ദിവ്യകാരുണ്യശോയെ, ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ, ഞങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന സാത്താന്റെ പ്രവൃത്തികൾ, സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക പ്രവൃത്തികൾ, അങ്ങ് പറഞ്ഞില്ലേ മാംസം രക്തമല്ല ശത്രുക്കൾ, പിന്നെയോ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര യുഗത്തിലെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് ഈ പടവെട്ടൽ എന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, സഭ മുഴുവനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സഭ നേരിടുന്ന ഒത്തിരിയേറെ ആനുകാലിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറെയാണ് ഈശോയെ. അങ്ങെല്ലാം അറിയുന്നല്ലോ കർത്താവേ. അങ്ങയുടെ ശക്തമായ സംരക്ഷണം ഞങ്ങൾക്ക് കൂടിയേ തീരൂ. ഈശോയെ, ഞങ്ങളെ മുഴുവനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മക്കൾ യാക്കോബ് 4:7 അങ്ങ് പറഞ്ഞില്ലേ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അവൻ നിങ്ങളെ വിട്ടോടിക്കൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പുറപ്പാട് 14:14
അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈശോയെ, ഇത്രമാത്രം വലിയ വാഗ്ദാനങ്ങൾ അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ അനാഥരല്ല, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എത്രമാത്രം ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ വന്നാലും മക്കബേയോസ് പറഞ്ഞതുപോലെ അവർ ആയുധങ്ങളിലും അഭ്യാസങ്ങളും ആശ്രയിക്കുന്നു. എന്നാൽ നമ്മളാകട്ടെ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. കർത്താവേ, അങ്ങ് സർവശക്തനാണ്, അങ്ങ് സർവാധിപനാണ്. അങ്ങയിൽ ആശ്രയിച്ചിട്ട് ആരും ഭഗ്നാശരായി പോയിട്ടില്ല. ദാവീദ് പറഞ്ഞില്ലേ, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല, കാരണം കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ജോബ് പറഞ്ഞില്ലേ, കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും ആർക്ക് തടസ്സപ്പെടുത്താനാകില്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങ് പറഞ്ഞില്ലേ ജെറമ്യ 32:27, ഞാൻ സകല ജനപദങ്ങളുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഓ സർവാധിപനായ കർത്താവേ, ഓ സർവശക്തനായ ഈശോയെ, ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളുടെ മേലും വിജയം നൽകുവാൻ കരുത്തുള്ള യോദ്ധാവും സർവശക്തനും സർവാധിപനുമാണ് അവിടുന്ന്. അതിനായി കർത്താവെ, സഭ മുഴുവനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ, സഭാത്മക ജീവിതത്തിൽ നമ്മളിപ്പോൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദിവ്യകാരുണ്യനാഥനത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ സന്ദേശത്തിലൂടെ, നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന സാത്താൻ ആണ് നമ്മുടെ ശത്രു. അവനെതിരെ പോരാടാൻ കർത്താവ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി, ഈശോയോട് ഐക്യപ്പെടുക, ഈശോയോട് ചേർന്നിരിക്കുക. ഈ ആരാധനയിൽ നമുക്ക് നമ്മെ തന്നെ ഈശോയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭയെ മുഴുവനായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയുടെ സാന്നിധ്യത്തിൽ, ഈശോയുടെ ശക്തമായ ഇടപെടലിൽ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സഭ മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. സഭയ്ക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യണം. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യണം. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യണം. ശത്രുവിന്റെ ആധിപത്യങ്ങളെ, അവന്റെ കെണികളെ, അവൻ വച്ചിരിക്കുന്ന കുടുക്കുകളെ, അവന് കടന്നു വരുന്ന വഴികളെ ഈശോയെ അങ്ങ് അടയ്ക്കണം. അവന്റെ ആധിപത്യങ്ങളെ അങ്ങ് അവസാനിപ്പിക്കണം. സാത്താന്റെ എല്ലാ പ്രവൃത്തികളെയും, അവന്റെ എല്ലാ ആക്രമണങ്ങളുടെയും മുന ഈശോയെ അങ്ങൊടിക്കണം. യെശയ്യാ 22:22, ആർക്കും തുറക്കാൻ പറ്റാത്ത വിധം അടയ്ക്കുന്നവനും ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറക്കുന്നവനുമായ സർവശക്തനായ ദൈവം, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അങ്ങേ അവന്റെ മേലുണ്ട്. കർത്താവെ, അങ്ങേക്കെല്ലാം തുറക്കാൻ സാധിക്കും. അങ്ങയുടെ മുമ്പിൽ ആർക്കും ഒന്നും അടച്ചിടാൻ പറ്റത്തില്ല. ശത്രു കടന്നു വരുന്ന വാതിലുകളെ ഞങ്ങൾക്ക് വേണ്ടി അടയ്ക്കാനും അങ്ങേക്ക് സാധിക്കും. വെളിപാട് 3:7, പരിശുദ്ധന്റെ സത്യവാനും ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവനും ഈശോയെ, അങ്ങാണ് സർവശക്തൻ, അങ്ങാണ് എല്ലാത്തിൻ്റെയും അധികാരി. അങ്ങയുടെ സർവാധിപത്യത്തിലേക്ക്, അങ്ങയുടെ സർവശക്തിയിലേക്ക്, അങ്ങയുടെ പരമാധികാരത്തിലേക്ക് കർത്താവെ, ഞങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ ശത്രുക്കളെയും, എല്ലാ ആക്രമണങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തമായ ഇടപെടല്, അങ്ങയുടെ ശക്തമായ പ്രവൃത്തികള്, അങ്ങ് ചെയ്യുന്ന യുദ്ധത്തിന്റെ വലിയ പ്രവൃത്തികള് സഭയില് നിറയപ്പെടട്ടെ, എല്ലാ മേഖലയും നിറയപ്പെടട്ടെ. വലിയ ദാഹത്തോടെ സ്വയം പ്രാർത്ഥിക്കുന്നു കർത്താവെ, പ്രാർത്ഥിക്കുന്നു. ഇടപെടണമേ, ശക്തി പ്രകടമാക്കണമേ, ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പോരാടണമേ, ഞങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ കർത്താവെ. വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവമേ, അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കൈയാൽ താങ്ങി നിർത്തും. നന്ദി കർത്താവേ. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കൈയാൽ താങ്ങി നിർത്തും. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട്.
ശക്തനായവൻ കൂടെയുണ്ട്. നന്ദി യേശുവേ. സാഗരങ്ങളെ ശാന്തമാക്കിയ ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഓ കർത്താവേ, എത്രയോ വലിയ ആശ്വാസമാണ്, വാഗ്ദാനമാണ്, ഉറപ്പാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത്. അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്, പിന്നെന്തിന് ഞങ്ങൾ ഭയപ്പെടണം? അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഉറപ്പിച്ച് നൽകിക്കൊണ്ട് ദിവ്യകാരുണ്യമായിട്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്നു. സക്രാരിയിൽ, നിത്യാരാധന ആലയങ്ങളിൽ, ഈ ആരാധനയിൽ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ അവിടുന്ന് ആ സാന്നിധ്യം കൊണ്ട് അത് ഉറപ്പിക്കുകയും ചെയ്യുന്നല്ലോ ഈശോയെ. ഞങ്ങൾ അങ്ങേക്ക് വീണ്ടും വീണ്ടും നന്ദി പറയും കർത്താവേ. അതിനനുസരിച്ച് ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിൽക്കണം, ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിൽക്കണം. അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈശോയെ. ഞങ്ങളുടെ സഭ അങ്ങയോട് ചേർന്ന് നിൽക്കട്ടെ. ഞങ്ങളുടെ അഭിവന്യ പിതാക്കന്മാരും ഞങ്ങളുടെ എല്ലാ വൈദികരും എല്ലാ സമർപ്പിതരും, പ്രത്യേകിച്ചും ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി വിളിക്കപ്പെട്ട നേതൃത്വം വഹിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത എല്ലാവരും ഈശോയെ അങ്ങയോട് ചേർന്ന് നിൽക്കട്ടെ. അങ്ങ് യുദ്ധം ചെയ്യുന്ന ഒരു അഭിഷേകം അതിന് സാധിക്കണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങയുടെ മുമ്പിൽ അടിയറവ് വയ്ക്കണം. കർത്താവെ, സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണക്ക് കൂട്ടലുകൾ, ഞങ്ങളുടെ പ്ലാനിങ്ങുകൾ, ഞങ്ങളുടെ തീരുമാനങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ഞങ്ങളുടെ ബൗദ്ധികമായ ചിന്താഗതികൾ, കർത്താവെ, ഞങ്ങളുടെ അധികാരങ്ങൾ എല്ലാം അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ യുദ്ധം ചെയ്താലൊന്നും എങ്ങും എത്തില്ല കർത്താവെ. യുദ്ധം അതുപോലത്തെ യുദ്ധമാണ്. ലോകത്തിന്റെ ആയുധങ്ങൾ പോരാ കർത്താവെ, അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് വേണം. അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. സമർപ്പിക്കും മക്കളെ, കുടുംബത്തെ സമർപ്പിക്കും, നിന്റെ ജോലി മേഖലകളെ സമർപ്പിക്കും, പഠനത്തെ സമർപ്പിക്കും, മക്കളെ സമർപ്പിക്കും. എല്ലാ പുരോഹിതരെയും സമർപ്പിതരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭ പിതാക്കന്മാരെ സമർപ്പിക്കാം, അഭിവന്യ പിതാക്കന്മാരെ സമർപ്പിക്കാം. കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, കർത്താവിനോട് വിശ്വസ്തത പുലർത്താൻ, കർത്താവിനെ ചേർത്ത് പിടിക്കാൻ. കർത്താവില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള സത്യം യോഹന്നാൻ 15:5 പറഞ്ഞില്ലേ? എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഈശോയെ, അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയെ സ്വന്തമാക്കി യുദ്ധം കർത്താവിൻ്റെതാണെന്ന് 1 സാമുവേൽ 7:47 ദാവീദ് പറഞ്ഞില്ലേ ഗോലിയാത്തിനോട്? ഇത് കർത്താവിന്റെ യുദ്ധമാണ്, ഞാൻ ജയിക്കും. അത് പറയത്തക്ക വിധത്തിൽ ഈ സഭ, പൗരോഹിത്യം, അഭിവന്യ പിതാക്കന്മാര്, ശുശ്രൂഷകള്, ക്രൈസ്തവ കുടുംബങ്ങള്, ജീവിതങ്ങള്, ജോലി, ബിസിനസ്, എന്തുമാകട്ടെ, അത് കർത്താവിൻ്റെതാക്കി മാറ്റണം. ദാവീദിനെ പോലെ ഇത് കർത്താവിന്റെ യുദ്ധ, കർത്താവിന്റെ പൗരോഹിത്യ, കർത്താവിന്റെ ശുശ്രൂഷയ, കർത്താവിന്റെ അധികാരമാ, ഇത് കർത്താവിന്റെ സഭയാ. അതുകൊണ്ട് ജയിക്കും, ഞാൻ ജയിക്കും. എന്തുറപ്പാ ദാവീദിന്? ഇതുപോലെ മല്ലനായ ഗോലിയാത്ത് നിൽക്കുമ്പോ ശോയെ ദാവീദിന് കൊടുത്ത ഒരു കരുത്തുണ്ടല്ലോ കർത്താവേ. ആ ഒരു കർത്താവിന്റെ യുദ്ധം എന്ന് പറയത്തക്ക വിധത്തിലുള്ള കർത്താവിടയനായ കർത്താവിന്റെ സ്വന്തമായ ഒരു അഭിഷേകത്തിന്റെ കരുത്ത് ശോയെ അതിന്ന് സഭയ്ക്ക് വേണം. എല്ലാവരും അറിയട്ടെ, സഭ കർത്താവിൻ്റെതാണ്. ഈ പ്രവർത്തികളും അധികാരവും കർത്താവിൻ്റെതാണ്. ഇത് കർത്താവിന്റെ യുദ്ധമാണ്. കർത്താവേ, എല്ലാ കുടുംബങ്ങളും, എല്ലാ പുരോഹിതരും, എല്ലാ സന്യസ്തരും, എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ ജീവിതത്തിന്റെ മേഖലകളും, എല്ലാ അധികാരവും, സകലമാന കാര്യങ്ങളും കർത്താവിനാൽ നയിക്കപ്പെടുന്ന, കർത്താവെ അങ്ങ് യുദ്ധം ചെയ്യുന്ന ഒന്നായി തീരുന്ന അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. അത് ലഭിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ആരും തളരത്തില്ല, നിരാശപ്പെടത്തില്ല, ഭയപ്പെടത്തില്ല, സങ്കടപ്പെടത്തില്ല. കാരണം നമുക്ക് ഉറപ്പാ, ദാവീദിനെ പോലെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നേക്കാം, സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ ഭയപ്പെടില്ല, കാരണം ഇത് കർത്താവിന്റെ യുദ്ധ, കർത്താവിന്റെ കൂടെയുണ്ട്. ഈ ഒരു അഭിഷേകം കർത്താവെ സഭയിൽ നിറയട്ടെ, അഭിവന്യ പിതാക്കന്മാരിൽ നിറയട്ടെ, പുരോഹിതരിൽ നിറയട്ടെ, സന്യസ്തരിൽ നിറയട്ടെ, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ നിറയട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ,
ഞങ്ങളുടെ മക്കളിൽ നിറയട്ടെ. ബിസിനസ്, ജോലി മേഖല, ഉപജീവന മാർഗങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ പഠനത്തില് ഈ ഒരു അഭിഷേകത്തിന്റെ ശക്തി നിറയട്ടെ. കർത്താവ് ചെയ്യുന്ന യുദ്ധമാണിത്. ഈ പഠനം, ഈ ജോലി, ഈ ബിസിനസ്, ഈ ദാമ്പത്യം, ഈ കുടുംബജീവിതം കർത്താവിന്റെ യുദ്ധം. ഞാൻ ജയിക്കും, ഞങ്ങൾ ജയിക്കും. കർത്താവ് ഒരു ബന്ധം, ആ ഒരു ഐക്യം, ആ ഒരു സാന്നിധ്യം അങ്ങയുടെ മക്കൾക്ക് അനുഭവിക്കാൻ ഇടയാകട്ടെ. ആ ഒരു അഭിഷേകത്തിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് മക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുന്ന ഒരു ജീവിതം. അതാണ് സഭയുടെ വിജയത്തിന്റെ അടിസ്ഥാനം, അതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു അഭിഷേകം നിറയപ്പെടാൻ സഭയെ, കുടുംബങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വയം അഭിഷേകം നിറയട്ടെ കർത്താവേ, സാന്നിധ്യം നിറയട്ടെ കർത്താവേ. എല്ലാ മക്കളും ഈ സത്യം അറിയട്ടെ. അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, ഇടയന്റെ ആടിനെ പോലെ ചേർന്ന് നിൽക്കാൻ, ദാവീദിനെ പോലെ വിശ്വസ്തത പുലർത്തി അങ്ങയോട് ചേർന്ന് നിൽക്കാൻ കർത്താവിന്റെ കൂടെയുണ്ടെന്ന് പറയത്തക്ക വിധം, കർത്താവിന്റെ ഇടയനാകുന്നു എന്ന് പറയത്തക്ക വിധം അങ്ങയെ കൂടെ നിർത്താൻ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ എല്ലാ മക്കൾക്കും കൃപ അഭിഷേകം ശക്തി നിറയട്ടെ. സഭ അങ്ങയുടേതാണ്, സന്യാസ ജീവിതം അങ്ങയുടേതാണ്, പൗരോഹിത്യം അങ്ങയുടേതാണ്. കർത്താവിന്റെ ആണ്. കർത്താവെ ഏറ്റെടുക്കണമേ, യുദ്ധം ചെയ്യണമേ കർത്താവെ, വിജയം നൽകണമേ. ആരാധന, സ്തുതി, മഹത്വം കർത്താവേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആമേൻ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഓ ശക്തി. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഏലിയായുടെ ദൈവമേ അഗ്നിയയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തിയയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നിയയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തിയയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ഓ അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. അഭിഷേകം. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഓ ദിവ്യകാരുണ്യനാഥ, യുദ്ധമായ ഈ ജീവിതത്തിൽ, ശത്രുക്കളാൽ നിറയപ്പെട്ട ഈ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞ് കൂടെ വസിക്കുന്നതിനെ ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി പറയുമ്പോൾ, ഈശോയെ, പരിശുദ്ധ അമ്മയെ അങ്ങ് ഞങ്ങൾക്ക് നൽകി. 33:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും. സാത്താനെതിരെ ശത്രുത ഉളവാക്കിയിട്ട് ഒരായുധമാക്കി പരിശുദ്ധ അമ്മയെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ, ഈശോയെ, അമ്മയുടെ സാന്നിധ്യത്തില്, അമ്മയുടെ സംരക്ഷണത്തില് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുവാൻ അങ്ങ് തിരുമനസ്സായി. കർത്താവേ, ഈ ഒക്ടോബർ മാസത്തിന്റെ ഉന്നതമായ ചൈതന്യത്തിൽ, ജപമാല രാജ്ഞിയുടെ പ്രത്യേകമായ സാന്നിധ്യ സംരക്ഷണത്തിൽ, ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം നൽകുവാൻ അമ്മയുടെ സാന്നിധ്യത്തിൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. സഭയുടെ ചരിത്രത്തിലൂടെ അങ്ങ് ഇന്ന് ഞങ്ങളെ നയിച്ചു. ലെപ്പാന്റെ യുദ്ധം, ആൽബർജൻസിയൻ പാഷണ്ഡത, പല പല പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ എല്ലാം കടന്നു വന്നപ്പോ അമ്മയുടെ വലിയ മാധ്യസ്ഥം അനുവദിച്ചു നൽകിക്കൊണ്ട് സഭയിൽ അങ്ങ് ശക്തമായിട്ട് പ്രവർത്തിച്ചു. നശിച്ചു പോകാവുന്ന അവസ്ഥയിൽ നിന്ന്, തകർന്നു പോകാവുന്ന അവസ്ഥയിൽ നിന്ന് അമ്മയുടെ വലിയ മാധ്യസ്ഥവും സാന്നിധ്യവും ശക്തമായ ഇടപെടലിലൂടെയും ഈശോയെ അങ്ങ് സഭയെ രക്ഷിച്ചു. വിശുദ്ധ ഡൊമിനിക്കിലൂടെ ജപമാല അതിന്റെ ശക്തിയോടെ അങ്ങ് ഞങ്ങൾക്ക് നൽകി. ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് ഉച്ചത്തിൽ പ്രഘോഷിച്ചുകൊണ്ട് മാലാഖയുടെ പ്രകീർത്തനം
ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് സാത്താന്റെ തലയെ തകർക്കുവാൻ, അവന്റെ ആധിപത്യങ്ങളെ, അവന്റെ പ്രവൃത്തികളെ, അവന്റെ എല്ലാ തന്ത്രങ്ങളെയും നശിപ്പിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ജപമാല പ്രാർത്ഥന അമ്മയുടെ സാന്നിധ്യം വിളിച്ചു വരുത്തുന്ന വലിയ പ്രാർത്ഥനയാണ്. കുട്ടഞ്ചേഷി നമ്മുടെ പറഞ്ഞില്ലേ, ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് മാലാഖ പ്രഘോഷിച്ചപ്പോ സാത്താൻ ഞടുങ്ങി വിറച്ചു, നരക കവാടങ്ങൾ പ്രകമ്പനം കൊണ്ടു. ദൈവകൃപ നിറഞ്ഞവളുടെ സാന്നിധ്യം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമുക്ക് നൽകിയ, ഈശോ കഴിഞ്ഞാലുള്ള വലിയ അനുഗ്രഹമാണ് ദൈവകൃപ നിറഞ്ഞവളുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ. ഈ മാസം മുഴുവനും ഒത്തിരിയേറെ ഇടവക ദേവാലയങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ അനേക ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യം കർത്താവ് നമുക്ക് അനുവദിച്ച് നൽകുകയാണ്. കൃപ നിറഞ്ഞിടത്ത് സാത്താൻ അവകാശമില്ല. കൃപ നിറഞ്ഞിടത്ത് സാത്താൻ പേടിച്ചു പറയ്ക്കും, അവന് കടന്നു വരാൻ പറ്റത്തില്ല. അത്രമാത്രം ശക്തമായ സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം മക്കളെ. അത്രമാത്രം വലിയൊരു സാന്നിധ്യമായ കൃപ നിറഞ്ഞ അമ്മയെ തന്ന്, ജപമാല തന്ന് നമ്മെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ വലിയ ശക്തി, കർത്താവിൻ്റെ ഇടപെടൽ, സ്വർഗത്തിൻ്റെ സൈന്യാധിപയുടെ നേതൃത്വത്തിൽ മാലാഖമാരും വിശുദ്ധരും എല്ലാം നിറഞ്ഞു നിന്ന് നമുക്ക് വേണ്ടി പോരാടുന്ന വലിയ സാന്നിധ്യമായ പരിശുദ്ധ അമ്മ. അമ്മയുടെ സാന്നിധ്യം സഭയിൽ നിറഞ്ഞിരിക്കുന്ന ഈ മാസത്തില് പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മൾ പ്രതിഷ്ഠിക്കാൻ പോകുന്ന കേരള സഭയെ ഉറപ്പുള്ള കോട്ട, നങ്കൂരമാണ്. ഡോൺ ബോസ്കോ കണ്ടില്ലേ, സഭാ നൗക വീണ് പോകാതിരിക്കാൻ രണ്ട് ബിംബങ്ങള്, രണ്ട് പില്ലറുകള്, ഒന്ന് വിശുദ്ധ കുർബാന, രണ്ട് പരിശുദ്ധയമ്മ കെട്ടിയിട്ടു സഭയെ. വിശുദ്ധ കുർബാനയിലും പരിശുദ്ധ അമ്മയിൽ കെട്ടപ്പെട്ട ഒന്നും നശിക്കത്തില്ല. ഒരു വലിയ അഭിഷേകമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അമ്മയോടൊപ്പം ഈ യുദ്ധത്തില് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന കർത്താവിന്റെ ശക്തമായ കരങ്ങളിലേക്ക് അമ്മയോട് ചേർന്ന്, അമ്മയുടെ സാന്നിധ്യത്തില് പ്രിയപ്പെട്ട മക്കളെ, സഭയെയും നമ്മുടെ സഭയുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ വലിയ സാന്നിധ്യത്തിന്റെ ശക്തിയിൽ വിജയം നമുക്ക് സുനിശ്ചിതമാണ്. അതിനുവേണ്ടി അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സഭയെയും എല്ലാം അമ്മയിൽ കെട്ടിയിട്ടപ്പെട്ട വലിയ അഭിഷേകത്തില് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ അമ്മയുടെ മധ്യസ്ഥം ഞങ്ങൾക്ക് നിറച്ചു നൽകണമേ. അമ്മയാൽ ഞങ്ങൾക്ക് അമ്മയിലൂടെ വിജയം നൽകണമേ. സാത്താന്റെ കൊമ്പടിക്കുന്ന, സാത്താന്റെ ആധിപത്യങ്ങളെ തകർക്കുന്ന, സാത്താന്റെ കെണികളെ തകർക്കുന്ന, അവന്റെ യുദ്ധത്തെ പരാജയപ്പെടുത്തുന്ന വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് വലിയ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ആവേ ആവേ മരിയ, ആവേ 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 മരിയ. അമ്മയോട് ചേർന്ന്, അമ്മയോടൊപ്പം ചേർന്ന് പാടിക്കുന്നു. സ്വർഗത്തിന്റെ സംരക്ഷണത്തില്, സ്വർഗീയരുടെ സംരക്ഷണത്തില്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാതൃത്വ സംരക്ഷണത്തില് നമ്മെ നയിക്കുന്ന ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ അമ്മയുടെ സംരക്ഷണത്തില്, അമ്മയുമായുള്ള കൂട്ടായ്മയില്, അമ്മയെ കുടുംബത്തിൽ സ്വീകരിച്ച് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ജീവിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. ജപമാലയില്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ജപമാലയുടെ ശക്തമായ സംരക്ഷണം സഭയിലും കുടുംബങ്ങളും നിറയപ്പെടട്ടെ. അതെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈശോ തന്നിരിക്കുന്ന സാന്നിധ്യവും ദിവ്യ കാരുണ്യവും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും കൊണ്ട്
നിറയപ്പെട്ട വലിയ സ്വർഗത്തിന്റെ കൂട്ടായ്മയിൽ ഈ ലോക ജീവിതം ധീരതയോടെ ജീവിക്കാൻ, സഭ വിജയം കൈവരിക്കുവാൻ, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ശക്തി ആർജിക്കുവാൻ ഇടയാകട്ടെ. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദത്തിനു വേണ്ടി അമ്മയോട് ചേർന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ